ഇന്ന് സിനിമയും പാട്ടുമൊക്കെ നമ്മുടെ സൗകര്യത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന കാലമാണ്. ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ജിയോ ഹോട്ട്സ്റ്റാർ പോലെ ഒട്ടേറെ സിനിമാ പ്ലാറ്റ്ഫോമുകൾ, യൂട്യൂബ് മ്യൂസിക്, സ്പോട്ടിഫൈ പോലെയുള്ള മ്യൂസിക് പ്ലാറ്റ്ഫോമുകൾ, പിന്നെ ബുക്സ് വായിച്ച് കേൾക്കാനും പ്രാർത്ഥിക്കാൻ സഹായിക്കാനും വരെ സബ്സ്ക്രിപ്ഷൻ മോഡലിലുള്ള ആപ്പുകൾ. അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് പലപ്പോഴും ഈ ആപ്പുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പോലും ഓർക്കുന്നത്. അടുത്ത തവണ റിന്യൂവൽ ആകുമ്പോഴേക്കും ക്യാൻസൽ ചെയ്യാമെന്ന് എപ്പോഴും ആലോചിക്കുമെങ്കിലും പലപ്പോഴും അത് നടക്കാറുമില്ല. ഇതാണ് സബ്സ്ക്രിപ്ഷൻ മോഡലിൻ്റെ സൈക്കോളജി. പണം കൊടുക്കുന്നത് വർഷത്തിലൊരിക്കലാണെങ്കിലും നമ്മൾ സിനിമ കാണുന്നതും പാട്ട് കേൾക്കുന്നതുമൊക്കെ വർഷം മുഴുവനുമാണ്. ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും അത് സൗജന്യമാണെന്നൊരു തോന്നൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. ഇതിൽ മറ്റൊരു ട്രിക്ക് കൂടിയുണ്ട്. ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷെ നിർത്താനോ, ക്യാൻസൽ ബട്ടൺ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ആ മടി കാരണം തന്നെ പിന്നെ ആവട്ടെ എന്ന് കരുതി നമ്മളത് മാറ്റിവെക്കും. അതായത് അവർ നമുക്ക് തരുന്നത് സിനിമയോ പാട്ടോ അല്ല, ഇത് സൗജന്യമാണ് എന്ന തോന്നലാണ്. ആ തോന്നലിനാണ് നമ്മൾ എല്ലാ മാസവും പണം കൊടുക്കുന്നത്.